ഇളയമ്മ സത്യം പറയണം. ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയപ്പോ അങ്ങനെ വല്ല സംസാരം ഇവിടെ ഉണ്ടായോ? നീ എന്നെ പഴിചാരാനൊന്നും വരണ്ട ശ്രീകുട്ടി. ഞാൻ ആ പെൺകുട്ടിയെ ഇന്നത്തെ ദിവസം കണ്ടിട്ടേ ഇല്ല. അങ്ങനൊരു സംസാരം ഇവിടെ ഉണ്ടായിട്ടില്ല മോളെ. അതെ കവിതേ, നീ വെറുതെ ഓരോന്ന് പറയല്ലേ. അമ്മുവിന്റെ ഭർത്താവാ വന്നിരിക്കുന്നേ. അതൊക്കെ നമുക്ക് കണ്ടറിയാം. ഇവൻ വരുന്നതറിഞ്ഞ് അവള് മാറി നിന്നതാണെങ്കിലോ? സഞ്ജയ് വരുന്ന വിവരം അമ്മു എങ്ങനെ അറിയാനാ? അത് പിന്നെ അറിയിക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ. കവിതയ്ക്ക് മണമടിച്ചു. ഇളയമ്മ ഇപ്പൊ പറഞ്ഞത് ശരിയാ. സുരഭി സിസ്റ്റർ ഈ വിവരം അമ്മുവിനെ അറിയിച്ച അവള് മാറി നിന്നെന്ന് വരും. ഭർത്താവിന്റെ പേര് പോലും പറയാൻ മനസ്സ് കാണിക്കാത്തവളാ അമ്മു. സഞ്ജയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന വിവരം സുരഭി സിസ്റ്ററിനോട് പറഞ്ഞിരുന്നോ? അതേപറ്റി ഒരു സംസാരം ഉണ്ടായിട്ടില്ല. ദിനേശൻ ചെറിയച്ചൻ അമ്മുനെ ഒന്ന് അന്വേഷിച്ചു പോവോ? രാജുവിനെയും കൂടെ കൂട്ടിക്കോ. ദിനേശൻ ഒന്ന് ചെല്ല്. എനിക്കും പേടിയായി തുടങ്ങി. ഞാൻ പോയാൽ ഇവൻ ഇവിടെ കുളം തോണ്ടും. ദിനേശൻ എന്താ ആലോചിക്കുന്നത്? അത് അവൾ ഉടനെ വരും ശ്രീദേവി അടുത്ത്. നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഞാനൊരു വഴിക്ക് പോവും. അപ്പോ അമ്മ മറ്റൊരു വഴിക്ക് വരികയും ചെയ്യും. ഓ, അല്ല രാജു എവിടെ പോയി? ഇവിടുന്ന് ഇപ്പൊ ആരും എങ്ങോട്ടും പോയിട്ട് കാര്യമൊന്നുമില്ല. ഇവൻ പോകാതെ അവൾ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. അല്ല, എന്നാ പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. എടാ ചെക്ക, ഉള്ളില് പേടി തോന്നി തുടങ്ങിയോ നിനക്ക്? പേടിയോ? എനിക്കോ? അതെങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? ഈ കുളിര് പോലെയാണോ അതോ നല്ല ഹീറ്റ് ആയിട്ടാണോ? അത് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ആന്റി മാരീഡ് അല്ല അല്ലേ? ഇതൊക്കെ നീ എന്തിനാ അറിയുന്നേ? അല്ല, ആന്റിയെ കണ്ട അങ്ങനെ പറയില്ല. ദൈവമേ, പണി പാളിയല്ലോ. വീട്ടിൽ വിളിച്ചിരുത്തി സൽക്കരിക്കുന്നവൻ ഏത് തരക്കാരനാന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അയ്യോ അയ്യോ, ആന്റി വേണ്ടാത്ത രീതിയിൽ ചിന്തിച്ചത് ആന്റിയുടെ മിസ്റ്റേക്കാ. മറ്റുള്ളവരെ പുച്ഛിച്ച് തരം താഴ്ത്തിയുള്ള ആന്റിയുടെ സംസാരം കേട്ടപ്പോ കല്യാണം കഴിഞ്ഞ് ഭർത്താവും കുട്ടികളൊക്കെ ആയ കുറച്ച് സ്നേഹത്തോടെ ബിഹേവ് ചെയ്യൂന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സത്യത്തിൽ ഇളമയ്ക്ക് അതിന്റെ കുറവുണ്ടായിരുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല മോനെ. ആ, ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? ആന്റിക്കേ അതിന്റെ ഒരു ഫ്രസ്ട്രേഷനാ. അതെ, നീ ദയവ് ചെയ്ത് ഒന്നും പറയണ്ട. അമ്മ വരുന്നത് വരെ നിന്റെ തിരുവ അടച്ചു വെച്ച് ഒന്ന് വെറുതെ ഇരിക്കും അവിടെ. ഓ, അമ്മു വരാൻ വേണ്ടി ഞാനിവിടെ കാത്തു വെക്കുന്നത്. നീ അകത്തേക്ക് ചെല്ലു സഞ്ജു. ഞാൻ അറിയാതെ അങ്കിളി നാണം കെട്ട കളിക്കിറങ്ങിയത്. അവന്റെ സംസാരം കേട്ടോ തല്ലാം കൈ ധരിച്ചു. എടാ, നീ ഒന്ന് അകത്തേക്ക് ചെല്ല്. വലിയൊരു സത്യം മൂടി വയ്ക്കാനല്ലേ ദിനേശങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. എടാ, നാളെ അവൻ അവളുടെ ഭർത്താവ് ചമഞ്ഞ് കയറി വന്നാലോ? എടാ, ചിന്തിക്കാനുള്ള വിവേകം വേണം. അതിനും ആ മനുഷ്യന്റെ വകതിരിവ് വേണ്ടേ? എടാ, നീ നോക്കിക്കോ. അമ്മ അവനെ കണ്ടാ പറയാൻ പോകുന്നതേ അവൾക്ക് അവനെ അറിയില്ലെന്നാ. സമ്മതിച്ചാലുള്ള അപകടം മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ അവക്കുണ്ട്. പ്രഭയങ്ങൾ അവനെ പിടിച്ച് പോലീസിന് കൊടുത്തോളൂ. അപ്പൊ ദിനേശൻ ഞങ്ങളുടെ പേര് അവൻ പറയും. ഇനി ലക്ഷ്മിയുടെ കഴുത്തി താലി കിട്ടിയത് ഞാനാണെന്ന സത്യം കൂടി ആ മണ്ടൻ ദിനേശൻ അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പൂർത്തിയാവും. ഇതിനാണടാ വെളുക്കാൻ തെച്ചത് പാണ്ടായെന്ന് പഴമക്കാര് പറയുന്ന. പുതിയൊരു സഞ്ജയ്. അയാൾ സഞ്ജുവിൻ്റെ ഫോട്ടോ കണ്ടിട്ട് റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ.
അമ്മുവിന്റെ ഭർത്താവായി വന്നവൻ അവിടെ നിന്നു പോയ കവിത എന്നോട് ക്ഷമിക്കാനൊന്നും പോകുന്നില്ല. ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ആരാ? ഞാനൊരു ഫോട്ടോ അയച്ചിരുന്നു. ചന്ദ്രൻപിള്ള സാറ് ഒരു റിപ്ലൈയും തന്നില്ല. ലച്ചുവിന്റെ ഭർത്താവിന്റെ ഫോട്ടോ അല്ലേ? ഞാൻ അല്പം തിരക്കിലായിപ്പോയി. ഇപ്പൊ തന്നെ നോക്കിയിട്ട് പറയാം. ഞാൻ ചന്ദ്രപിള്ള സാറിന്റെ മറുപടിക്കായിട്ട് വെയിറ്റ് ചെയ്യുക. ആ, ഞാൻ നോക്കട്ടെ. ഇനി ആൾ അതല്ലെങ്കിൽ യഥാർത്ഥ ആളിന്റെ ഫോട്ടോ എന്റെ ഫോണിലുണ്ട്. ഞാനതങ്ങോട്ട് അയച്ചു തരാം. വളരെ ഉപകാരം. അതിന്റെ ഒന്നും കാര്യമില്ല. ജനസേവനമല്ലേ എന്നെ പോലുള്ള പാർട്ടി പ്രവർത്തകർ ചെയ്യേണ്ടത്. ഇതും ഒരു സേവനമാ. ചന്ദ്രൻപിള്ളയുടെ മെസ്സേജ് തന്നെ. ചന്ദ്രൻപിള്ള അയച്ചു തരാമെന്ന് പറഞ്ഞത് താലി കെട്ടിയവന്റെ ആണെങ്കിൽ കവിത നീ ജയിച്ചു. ഇതാണ് ലച്ചുവിന്റെ ഭർത്താവ്. കൂസാതെയുള്ളവന്റെ ഇരിപ്പ് കണ്ടില്ലേ? അമ്മു വരുമ്പോ അവൻ തന്നെ ഭർത്താവെന്ന് പറയുന്ന വിശ്വാസത്തിലാ അവൻ. അവള് കൂടി അറിഞ്ഞ ഡ്രാമയല്ലേ, അമ്മു സമ്മതിച്ചു കൊടുക്കും. എല്ലാവരും അതങ്ങ് വിശ്വസിക്കുമെന്ന അവളും കരുതുന്നത്. പക്ഷെ ഗൗതം അയച്ച ഫോട്ടോയ്ക്ക് റിപ്ലൈ വന്നാൽ എല്ലാവരും പെടും. സഞ്ജുവിനെ തന്നെ അവന്റെ ഫോട്ടോ കാണിച്ച് ഞാൻ പറയും, ഇതാണ് മോനെ അമ്മുവിന്റെ ഭർത്താവെന്ന്. ഇത് ഞാൻ പറയുന്നതല്ല, അമ്മുവിന്റെ നാട്ടുകാർ പറയുന്നതാണെന്ന്. അവിടെ വച്ച് അവൻ കവിതയുടെ കാൽ കീഴിൽ കിടക്കും. ഇതാണ് ലച്ചുവിന്റെ ഭർത്താവ്. കവിതേ, ഞാൻ സഞ്ജുവിന്റെ ഫോട്ടോ ചന്ദ്രപിള്ളയ്ക്ക് അയച്ചു കൊടുത്തു. അതല്ല, ലച്ചുവിന്റെ ഭർത്താവ് ഇതാണെന്ന് പറഞ്ഞു അയാൾ അയച്ചു തന്ന ഫോട്ടോ ഇത്. ഇവനാണോ അവിടെ വന്നിരിക്കുന്നത്? നീ ഇതുവരെ എവിടെയായിരുന്നു അമ്മു? അത് അല്ല, നിന്റെ നെറ്റിക്കെന്താ പറ്റിയേ? അത് ക്ഷേത്രത്തിന്റെ ചുവരിലൊന്ന് നെറ്റുമുട്ടിയതാ. സാരല്ലേ രാജോട്ടാ? അതൊരു അപശകുനമായാലോ. ഇവിടെ ആകെ പ്രശ്നം അമ്മു. എന്താ രാജോട്ടാ, ചേച്ചി വന്നോ? സ്വാതി വന്നു. അതൊന്നുമല്ല, കവിതപ്പച്ചി നിന്റെ ഭർത്താവ് സഞ്ജു ആണെന്ന് പറഞ്ഞ് നടക്കുമല്ലേ. അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകാതിരിക്കാനായി നിന്റെ ഭർത്താവിന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ദിനേശങ്ങൾ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. രാജുട്ടൻ എന്താ പറഞ്ഞത്? എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് ഒരുത്തനെ കൊണ്ടുവന്നെന്നോ? അമ്മു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. മിണ്ടി പോവരുത്.
ഭർത്താവിന്റെ സ്ഥാനവും വിലയും എന്തെന്ന് രാജുവേട്ടൻ അറിയോ? എന്റെ കഴുത്തി കിടക്കുന്ന താലിയുടെ അവകാശിയാണെന്നും പറഞ്ഞ് ഒരാളെ കൊണ്ടുവരാൻ ദിനേശേട്ടൻ ആരെ അധികാരം കൊടുത്തേ? അമ്മു ഒന്ന് പതുക്കെ. ഞാനൊരു പെണ്ണാ. എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. ഒന്നിനും കഴിയാതെ വന്നാ ഞാൻ എന്റെ ജന്മം അങ്ങ് കൊടുക്കും. അമ്മു നിക്ക്, ഞാനൊന്ന് പറയട്ടെ. ദിനേശങ്ങള് വിളിച്ചു വരുത്തിയവൻ അകത്തുണ്ട്. നീ വരാനായിട്ട് കാത്തിരിക്കാവൻ. അവൻ വന്ന് ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് അവനാന്ന് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു. എല്ലാം കൈവിട്ടു പോയി അമ്മു. ഇത്ര പെട്ടെന്ന് അവൻ കയറി വരുമെന്ന് ദിനേശങ്ങളും കരുതിയില്ല. നിന്റെയും സഞ്ജുവിന്റെ കല്യാണം മുതൽ നീ സഞ്ജുവിനെ വിട്ടുപോയത് വരെയുള്ള കഥകളൊക്കെ അവനവരെ പറഞ്ഞു ഫലിപ്പിച്ചു. സ്വാതി, ശ്രീദേവിയും മുത്തശ്ശിയൊക്കെ അവനാ നിന്റെ ഭർത്താവ് സഞ്ജു എന്ന് വിശ്വസിച്ചു കഴിഞ്ഞു. ആർക്കൊരു സംശയവുമില്ല. എല്ലാവരും സന്തോഷത്തിലാ. നീ വരുന്നതും കാത്തിരിക്കുക എല്ലാവരും. ഞാൻ അതങ്ങ് സമ്മതിച്ച് തരുന്നു കരുതിയോ? അത്രയ്ക്ക് പൊട്ടി പെണ്ണൊന്നുമല്ല ഞാൻ. എവിടെ നിന്നോ വന്ന ഒരുത്തൻ എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ അവന്റെ മുഖത്തടിക്കും ഞാൻ. എന്റെ മരണം വരെ എന്റെ താലിക്ക് ഒരേ ഒരു അവകാശിയേ ഉള്ളൂ. അങ്ങനെയല്ലെന്ന് ഞാൻ കരുതിയ എന്റെ അച്ഛനെ മാറ്റി പറയുന്നതിന് തുല്യ. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ തള്ളി പറയുന്നതിന് തുല്യ. അയാൾ ഇറക്കിവിടാൻ രാജുവേട്ടൻ പോയി ദിനേശേട്ടന്റെ അടുത്ത് എന്ന് പറ. അയാളുടെ മുഖം പോലും എനിക്ക് കാണണ്ട. ഇത് ഞാൻ ക്ഷമിക്കില്ല. അമ്മുവിന്റെ പ്രയാസങ്ങളെല്ലാം അറിഞ്ഞു തന്നെയാ ദിനേശങ്ങൾ ഇത് ചെയ്യേണ്ടി വന്നത്. അതിനുള്ള കാരണം കൂടി അറിഞ്ഞിട്ട് അമ്മുവിന് എന്ത് തീരുമാനവും എടുക്കാം. ആരും അമ്മുവിനെ തടയാൻ വരില്ല. ഓഫീസിൽ വെച്ച് ദിനേശങ്ങൾ ഒരു വിവരം അറിഞ്ഞു. സഞ്ജുവിന്റെ ഫോട്ടോയുമായി നിന്റെ നാട്ടിൽ പോയി ഇതാണോ ലച്ചുവിന്റെ ഭർത്താവ് സഞ്ജയ് എന്ന് അന്വേഷിച്ചു വരാൻ ഗൗതത്തോട് കവിതപ്പിച്ച് ആവശ്യപ്പെട്ടിരിക്കുക. ഒരു തവണ അയാൾ അവിടെ പോയപ്പോ നാട്ടുകാരെ പറഞ്ഞ പേരാ സഞ്ജയ് എന്ന്. അതുണ്ടാക്കിയ കൊടുങ്കാറ്റ് നീയും അറിഞ്ഞതല്ലേ? അയാളവിടെ പോയാ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു തരണോ? നീ ഒരു പക്ഷെ ജീവനൊടുക്കിയെന്ന് വരും. പക്ഷെ നീ ആത്മഹത്യ ചെയ്ത നിരപരാധികളായി ഈ വീട്ടിലുള്ളവരോ? നിന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ട് ഇവിടെ. ഇവിടെ നീ ഒന്ന് കണ്ണടച്ച ഈ കുടുംബം രക്ഷപ്പെടും. വലിയൊരു പ്രശ്നത്തിന് പരിഹാരവും. ദിനേശങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന പയ്യൻ ഒരു കുഴപ്പക്കാരനൊന്നുമല്ല. അവനോട് ഈ വീട്ടിലെ സഞ്ജുവ നിന്റെ ഭർത്താവെന്ന് പറഞ്ഞിട്ടില്ല. ഗോവയിൽ നിന്ന് അവൻ വന്നിരിക്കുന്നത്. നിന്റെ താലികെട്ടും നീ ഭർത്താവിന് വിട്ടുപോയ കാര്യങ്ങൾ മാത്രമേ അവനോട് പറഞ്ഞിട്ടുള്ളൂ. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനല്ല അവൻ വന്നത്. അവൻ അമേരിക്കയിലായിരുന്നു എന്നും ഇപ്പൊ നാട്ടിൽ ലീവിന് വന്നപ്പോൾ സുരഭി സിസ്റ്റർ വഴി എങ്ങനെയോ നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് കണ്ടുപോകാമെന്നാണെന്നാ അവൻ സ്വാതിയോടും എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. സ്വാതി ഡിവോഴ്സിന്റെ കാര്യമൊക്കെ അവനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവനും അതിന് സമ്മതമാണ്. ഒരു തരത്തിലുള്ള ദ്രോഹവും അവനിൽ നിന്നും ഉണ്ടാവില്ലെന്ന് ദിനേശങ്ങൾ ഉറപ്പുണ്ടായിട്ടല്ലേ ഇങ്ങനൊരു നാടകത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ഇതെല്ലാം കഴിഞ്ഞ് അവൻ അവന്റെ വഴിക്ക് പൊക്കോളും.
സഞ്ജു, ഇനി അമ്മ വരൂന്ന് കരുതി നമുക്ക് കാത്തിരിക്കാനൊന്നും പറ്റില്ല. ഒന്ന് പോയി അന്വേഷിക്കാൻ. ശ്രീകുട്ടി പറയുന്നത് ശരിയാ മോനെ. നീ ഒരു കാര്യം ചെയ്യ്, രാജുവിനെയും കൂട്ടി ഒന്ന് അന്വേഷിക്കേ. ഇവൻ യഥാർത്ഥ സഞ്ജയ് ആയതുകൊണ്ടായിരിക്കില്ലേ അവള് മാറി നിൽക്കുന്നത്. ലച്ചു വന്നല്ലോ. എവിടെയായിരുന്നു അമ്മു? അയ്യോ മോളെ, ഇതെന്ത് പറ്റും മോളെ? എന്താ നെറ്റിയില്? എന്താ മോളെ? ഇനി ഒരിക്കലും കാണല്ലേ എന്ന് പ്രാർത്ഥിച്ച ആളെ വീണ്ടും കണ്ട ഷോക്കിലാണെന്ന് ആന്റിക്ക് അറിയില്ലേ? അമ്മു, നിന്റെ നെറ്റിയിൽ എന്താ പറ്റിയേ? നീ എവിടെങ്കിലും വീണോ? അത് ക്ഷേത്രത്തിന്റെ ചുവരില് നെറ്റി ഒന്ന് തട്ടി. വലിയ മുറിവുണ്ടോ മോളെ? സാരില്ലമ്മേ, ചെറുതായിട്ടൊന്ന് മുറിഞ്ഞേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ പോയിട്ടാണോ അമ്മ വരുന്നത്? ഇല്ല ചേച്ചി, മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടൊരു ബാൻഡേജ് വാങ്ങിച്ചു ഒട്ടിച്ചു. നിനക്കൊന്നും വിളിക്കായിരുന്നല്ലോ മോളെ, ഇവിടുന്ന് ആരെങ്കിലും വരുമായിരുന്നല്ലോ. അതിനുള്ള മുറിവൊന്നുമില്ല. സങ്കടം പറച്ചിലൊക്കെ പിന്നെയാവാം. എന്റെ മുഖത്തേക്ക് നോക്ക്. ഈ നിൽക്കുന്നവനെ നിനക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ട് പരിചയമുണ്ടോ? നിനക്കിവനെ അറിയാമോന്ന് എന്റെ ചോദ്യം. അറിയാം. ഇവനും നീയും തമ്മിലുള്ള ബന്ധമെന്താ? അതറിയാനാ ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്നത്. അമ്മ എന്തിനാ അവളെ ചോദ്യം ചെയ്യുന്നേ? ആന്റി ചോദിക്കട്ടെ സോദി. എല്ലാവരുടെയും സംശയം മാറാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പോലീസിനെ വിളിക്കൂന്നല്ലേ ഇവിടെ താങ്കൾ പറഞ്ഞിട്ട് പോയത്? നീ സത്യം പറ, ഇവൻ നിന്റെ ഭർത്താവാണോ? അല്ല. ലച്ചു, അവന്റെ മുഖത്ത് നോക്കി പറയടി. പിന്നെ ഇവൻ നിന്റെ ആരടി? ഇവനാ നിന്റെ ഭർത്താവാന്ന് ഇവിടെ വന്ന് പറഞ്ഞത്. അയാൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയ മനുഷ്യൻ മാത്രോ? പിന്നെ ഇവൻ നിന്റെ ഭർത്താവല്ലാന്ന് നീ പറഞ്ഞതോ? താലി കെട്ടിയത് എന്നൊരു ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അതൊരു കല്യാണ നാടകമായിട്ട് കാണാനും എന്നോട് പറഞ്ഞിരുന്നു. താലി കെട്ടിയതുകൊണ്ട് മാത്രം ഭർത്താവില്ല. പിന്നെന്തിനാടി നീ ഈ താലിയും കഴുത്തി തൂക്കി നടക്കുന്നത്? അതങ്ങ് അഴിച്ചു കളയാൻ പാടില്ലേ? ഈ താലിയുടെ ബലത്തിലാ അന്ന് ഞാൻ രക്ഷപ്പെട്ടത്.
എനിക്കൊരു ബലമായി തോന്നി. ഇപ്പോഴും എനിക്ക് ഈ താലി ഒരു ബലം തന്നെയാ. ഇപ്പോഴൊരു അലങ്കാരമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നത് അതുകൊണ്ട് തന്നെയാ. എനിക്ക് ഭാരമായി തോന്നുമ്പോ ഞാനത് അഴിച്ചു വെച്ചാ പോരെ? ഇനി എന്താ ഇവിടെ ഉള്ളവർക്ക് അറിയേണ്ടത്? നീ ഇവന്റെ കൂടെ ജീവിക്കണം. നീ ഇവളെയും കൊണ്ട് പോയാ മതി. അത് നടക്കത്തില്ല ആന്റി. ഞാൻ എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു തന്നെയാ ലച്ചുവിന്റെ കഴുത്തിലോട്ട് താലി വെച്ചു കൊടുത്തത്. ഇവളുടെ വീട്ടുകാർക്ക് ഞാൻ കൊടുത്ത വാക്ക് കൂടെ പൊറപ്പിക്കാന്നൊന്നുമല്ല, അവൾക്കൊരു ജോലി വാങ്ങി കൊടുക്കാന്ന. അവളോട് ചോദിച്ചു നോക്ക്. ലച്ചു വന്നാ ഞാൻ അതിന് തയ്യാറാ. അമ്മു എങ്ങും വരുന്നില്ല. സഞ്ജയ് അവൾക്ക് ഡിവോഴ്സ് കൊടുത്താൽ മാത്രം മതി.